അസ്സലാമു അലൈക്കും. ഞാനും എൻ്റെ ഉമ്മയും കൂടെ മസ്റുമോൾക്ക് സ്വർണം മേടിക്കാൻ പോയി. മസ്റുമോൾ അപ്പോഴും മദ്രസയിൽ പോയിരുന്നു. മസ്റുമോളും മിന്നാമോളും പോയായിരുന്നു മദ്രസയിൽ. അങ്ങനെ നമ്മൾ കൈരളിയിലെ ബോർഡാണ് നിങ്ങൾ കാണുന്നത്. കൈരളി സ്വർണ്ണക്കടയിലോട്ട് കയറുന്നപ്പോൾ റോഡിൻ്റെ പണിയുള്ളത് കൊണ്ട് ഇങ്ങനെ അല്ലായിരുന്നു കൈരളി, ഇങ്ങനെ പാലം പോലത്തെ അതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും കൈരളി സ്വർണ്ണക്കടയാണ്. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ, ഉമ്മയാണ് ആ ഫ്രണ്ടിൽ നടന്നു പോണ, കൈരളിയിലോട്ട് ഡോറ് തുറന്ന് കയറുകയാണ്. അപ്പോൾ നമ്മൾ കമ്മലിൻ്റെ സെക്ഷനിലാണ് കയറിയത്. നമ്മൾ ആവശ്യം കമ്മലല്ലേ. അപ്പോൾ മസ്റൂർ നമ്മൾക്ക് തോനെ കമ്മലിരിക്കുന്നുണ്ട്. അത് കുഞ്ഞു മക്കൾക്കുള്ള കമ്മലുകളാണല്ലോ. അപ്പോൾ അതാ ഈ കമ്മലൊക്കെ എടുത്ത് അവർ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും വലിയ ഗ്രാമുള്ളതാണ്, തൂക്കുള്ളതാണ്. അപ്പോൾ അതാ ഈ രണ്ട് കമ്മലും ഇതേപോലത്തെ വേറെ രണ്ട് കമ്മലും ഇതും നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം മറ്റേതിന് ഗ്രാമത്തിൽ കൂടെ കൂടുതലാണ്. നമ്മളൊരു ഗ്രാമം 30 മില്ലിയും കൊടുത്തിട്ടാണ്, നമുക്ക് ആകെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇത് അവർ സ്വർണത്തിൻ്റെ ബില്ലടിക്കാൻ പോയ സമയത്ത് ഞാൻ മോതിരങ്ങളൊക്കെ ഒന്ന് ഡിസ്പ്ലേ ഇട്ടതാണ്. അപ്പോൾ നമുക്ക് ചായ കൊണ്ടുതന്നവർ, അതാണ് ആ ഡിസ്പ്ലേ, ആ ഗ്ലാസിൻ്റെ ഇത് കാണുന്നുണ്ട്, അത് ചായ കൊണ്ടുതന്ന്. അപ്പോഴേ അവർ സ്വർണ്ണമൊക്കെ ബില്ലടിക്കുകയും കാര്യങ്ങളും നോക്കിയൊക്കെയാണ്. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് 10,000 രൂപ GPay തന്നെ ചെയ്തു കൊടുത്ത്. അപ്പോഴവർ സ്വർണം പാക്ക് ചെയ്ത് നമുക്ക് തന്ന്, ബാക്കി നമ്മൾ തിരിച്ചിറങ്ങി 10 രൂപ കൊടുത്ത് 1300 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ഇട്ട് തന്നു. അങ്ങനെ നടന്ന് പോവേണ് കല്ലമ്പലം. ഇതിപ്പോൾ റോഡ് പണി നടക്കുകയാണ്. ആ ബിൽഡിങ്, ആ റെഡ് കളർ എഴുതിയിരിക്കുന്നുണ്ടാ, അത് നമ്മുടെ രാജകുമാരിയാണ്. നമ്മൾ കല്യാണത്തിന് പോയില്ലേ, പിന്നെ റോഡേ നമ്മൾ നടന്നു പോവുകയാണ്. ഇപ്പോൾ ഒരു വയസ്സായ ഒരു മനുഷ്യൻ കണ്ട തണ്ണിമത്തനും കഴിച്ചിട്ട് വരണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടന്ന് പോവുകയാണ്. ഞാനും എൻ്റെ ഉമ്മയും കൂടെ ബസ് സ്റ്റോപ്പിലോട്ട്. ഇപ്പോഴൊരു കപ്പലണ്ടി പറക്കുന്ന ഒരാളിനെ കണ്ട് അങ്ങനെ അത് ജസ്റ്റ് ഒന്നെടുത്ത്. പിന്നെ ഒരു ചെരുപ്പ് തുന്നുന്ന ആൾ നമ്മുടെ വഴിയിൽ റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ നമുക്ക് റിമോട്ടർ ഒന്ന് TV-യുടെ കംപ്ലൈൻ്റായി. മക്കളെപ്പോഴും കൊച്ചു TV കാണും. നമുക്ക് TV ഇവിടെ ഇല്ല, എനിക്ക് കുടുംബത്ത്. അങ്ങനെ നമ്മൾ റിമോട്ടറൊക്കെ മേടിച്ച്, പിന്നെ മക്കളെ രണ്ടിനെയും മുടിയൊക്കെ വെട്ടിച്ചേട്ടാ അന്ന്. മാഷാ അല്ലാ. നാളെ ഇൻഷാ അല്ലാ നാളെ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തും. വാപ്പ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിച്ച്. സൺ ഡയറക്റ്റാണ് വീട്ടിൽ. അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. റോഡിൻ്റെ പണി നടക്കുകയാണ്, 4 വരി പാത വരുന്നു. പിന്നെ അങ്ങനെ നടന്ന് സൈഡിൽ കൂടെ അങ്ങനെ നമ്മൾ പോകുന്നു. അപ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ അവിടെ ചീര കൃഷി നടത്തി ഒരാളെ നിന്ന് കട്ട് ചെയ്ത് മേടിച്ച് വയ്ക്കുന്ന ചീരയാണ് അതൊക്കെ. പിന്നെ ഇത് മീനില്ലേ, വള്ളിക്കൊഴിയാള, അയല, മത്തിച്ചാള ഒക്കെ ഉണ്ട്. ഒരു ചൂരക്കുട്ടി. പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന എന്തോ ഒരു മീനുണ്ട്. അങ്ങനെ മീൻ ഉമ്മ വാങ്ങി കേട്ടാ. നമ്മൾ 2 വള്ളിക്കൊഴിയാള വാങ്ങി. അങ്ങനെ 150 രൂപ രണ്ടെണ്ണം. ആ ചേച്ചി അത് 200 പറഞ്ഞ് 150-ന് ലാസ്റ്റ് പറഞ്ഞ് തന്ന്. പിന്നെ കപ്പലണ്ടി കച്ചവടം, പച്ചക്കറി, റോഡിൻ്റെ സൈഡിലില്ലേ ഇതെല്ലാം കച്ചവടമുണ്ട്. ബസ് കയറി നിൽക്കണോണ്ട് എല്ലാവരും വാങ്ങും. പിന്നെ നാരങ്ങ അതെല്ലാം ഉണ്ട്. കാട്ടുനെല്ലിക്ക, നാരങ്ങ, അതൊക്കെയാണ് ഇവിടുത്തെ കച്ചവടങ്ങൾ, വഴി കച്ചവടം. പിന്നെ ഞാൻ അവിടെ റോഡ് പണി നടക്കുന്ന വണ്ടി അവിടെ നിർത്തിയിട്ടേക്കുന്നു. അപ്പം ഞാനൊന്ന് ATM-ലോട്ട്. അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മൾ സ്വർണ്ണമൊക്കെ മേടിച്ച് ദാ എത്തി. ഞാൻ മസ്റൂറിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു കേട്ടാ, കാരണം മസ്റൂർ അല്ലെങ്കിൽ നമുക്ക് കരഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ പിന്നെ മസ്റൂറിൻ്റെ നേരത്തെ പറഞ്ഞ് ആ കമ്മൽ ഊരിയത് മക്കളെ പുതിയതൊന്ന് മേടിക്കാനാണ്. ഇതാ അങ്ങനെ കൈരളിയിൽ നിന്ന് നമുക്കൊരു പേഴ്സ് കിട്ടി. ഇതാ നോക്ക് മസ്റൂർ, മൊബൈലൊക്കെ. അപ്പോൾ എനിക്കൊരു പേഴ്സില്ലായിരുന്നു, കയ്യിലൊക്കെയാണ് ഞാൻ മൊബൈൽ കൊണ്ടിടുന്നത്. അപ്പോൾ ഒരു പേഴ്സ് കിട്ടി, അതങ്ങോട്ട് വെക്കേ. പിന്നെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, കാണിച്ചു വിടുമോളെ. കാണിച്ചു വിടും. 2 കപ്പല്ലേ? 2 എണ്ണോ? അത് അവിടെ വെക്കി, പൊട്ടിപ്പോവും. തറയിൽ വീണ പൊട്ടുന്ന. അങ്ങക്ക് ചായ കുടിക്കാം കുഞ്ഞു മക്കൾക്ക്. ഇപ്പോൾ ഒരു കപ്പും കൂടെ വേണമല്ലോ. അത് അവിടെ വെച്ചേക്കാം, നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പം കൊടുക്കാം. പിന്നെ എടുത്തോ. ഇതുവരെ ആർക്കും കാണിച്ചു കൊടുത്തതിലും ഇല്ല കേട്ടോ, പൊട്ടിച്ചില്ല. പൊട്ടിക്കുകയും ബിസ്മി ചെലി അങ്ങനെ വലിക്കോ കളെ, തുണിയിൽ വലിക്കുകയും. എന്നില്ല കൈ വിട്.
അല്ല മാഷല്ലാ. ഇതാ നോക്കു മക്കളെ, വാങ്ങിയതാണ്. ഇഷ്ടപ്പെട്ട വസ്ത്രമോളെ? അങ്ങനെ മേടിച്ചെന്ന മാമിക്ക് അൽഹംദുലില്ലാ പറഞ്ഞോട് മക്കളെ. അങ്ങനെ നമുക്ക് മേടിച്ചതാണ്. GST നമ്മുടെ ഓൾഡ് സ്വർണം ബില്ലാണ്. ഡിസ്കൗണ്ട് ഇട്ട് 10,000 രൂപ നമ്മൾ ഓൾഡ് സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. ഓൾഡിൻ്റെതാണിത്. ഇത് ന്യൂ സ്വർണം, ഇത് ഓൾഡ് ഗോൾഡ്. അപ്പോൾ 10 രൂപയും കൂടെ കൊടുത്ത് അതിൻ്റെ പിടിപ്പത് തന്നെ നമ്മൾ സ്വർണം മേടിച്ച്. ഇഷ്ടപ്പെട്ട മോളെ? അമ്മച്ചി കരയിപ്പിച്ചേനെ, സോറി കേട്ടാ, ക്ഷമിക്കുമോ? എൻ്റെ മോൾക്ക് ഉമ്മച്ചി കമ്മലിട്ടല്ല 2 ബട്ടൺസ് മേടിക്കണമെന്ന് വെച്ചാൽ അവർ തന്നാ എന്തോ നോക്കട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് മേടിക്കണം. മാഷാല്ലാ നോക്ക്. അസ്സലാമു അലൈക്കും. അങ്ങനെ ആ സ്വർണ്ണമൊക്കെ മേടിച്ചിട്ട് കൊടുത്ത്. അങ്ങനെ അമ്മച്ചിക്ക് ഇനി എന്തായാലും ഗിഫ്റ്റ് കരയിപ്പിച്ചേനില്ലേ, കരയിപ്പിച്ച് ഞാൻ അപ്പോഴും തന്നെ പറഞ്ഞു കേട്ടാ, അല്ലെങ്കിൽ പിന്നെ അവള് പിന്നെ ഭയങ്കര പ്രശ്നമാവും. അപ്പം ഞാൻ അപ്പോഴും തന്നെ ഞാൻ അങ്ങനെ കരയിപ്പിക്കുകയൊന്നുമില്ല. ഞാൻ അങ്ങനെ അപ്പോഴും തന്നെ ഞാൻ ഉമ്മാനെയും കൂട്ടി വൈകിട്ട് നമ്മൾ പോയി. ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കും. കാരണം ഇത്താമാർ കുറേ പേര് കമൻ്റ് അയച്ചിട്ട് പറഞ്ഞു കൊച്ചിനെ കരയിപ്പിച്ചേന്. ക്ഷമിക്കണേ അമ്മച്ചീൻ്റെ അടുത്ത്, ക്ഷമിക്കുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മക്കളെ? ഓട് നസ്രുമോളെ, ഇത് നമ്മുടെ സജിനാത്ത അയച്ചുതന്ന ഡ്രസ്സാണ് കേട്ടാ. നസ്രുമോക്ക് എന്തൊരു പറയാണ്ട്? കരയിപ്പിച്ചേനെ, സോറി കേട്ടാ. ഇനി അമ്മച്ചി കരയിപ്പിക്കൂലേ? എല്ലാവരോടും എന്നെ വഴക്ക് പറഞ്ഞു, ക്ഷമിക്കണേ നിങ്ങൾ. അപ്പോഴും നമുക്ക് സജിനാത്ത തന്ന ഡ്രസ്സാണ് ഇതില്ലേ, നമുക്ക് അയച്ചു തന്ന ഡ്രസ്സാണ് മക്കൾ. അവിടെ ബേക്ക് തിരിഞ്ഞ് കാണിച്ചിട്ടാണ് എല്ലാവർക്കും ഡ്രസ്സ്. അതുകൊണ്ട് ഇതാണ് സജിനാത്ത നമുക്ക് തന്ന ഡ്രസ്സാണ്. അന്ന് അൽഹംദുലില്ലാ ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തിലൊരു ഡ്രസ്സാണ് ഇത്. പിന്നെ ഈ ഞാനൊക്കെ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സും. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് സന്തോഷം. അപ്പോൾ GST ബില്ലൊക്കെ ഉണ്ട് ഇപ്പോഴത്തത്. ഇപ്പോൾ ഇനി ഉപ്പച്ചീനെയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കണേ. ഞാൻ പൊട്ടിച്ച് കാണിച്ചില്ല. അങ്ങനെ ഉപ്പച്ചീനെ ഷാഹിദാമ്മയൊക്കെ കൊണ്ടുവന്ന് ഞാൻ അമ്മ കണ്ട് നല്ലോണം കണ്ടില്ല. നമ്മളൊന്ന് അവർ ഗിഫ്റ്റ് അപ്പം തന്നെ പൊതിഞ്ഞ് തരയല്ലേ ചെയ്യുന്നത്. ഗിഫ്റ്റ് പേപ്പറിലൊക്കെ ആക്കിയ നീല കവറാ കൈരളീര നോക്ക്. ഇത് കല്ലമ്പലമുണ്ട്, നമ്മുടെ എവിടെയാണ് വർക്കലയുണ്ട്. ഇതാണ് നമ്മുടെ സ്വർണം. അങ്ങനെ ഹാപ്പി. നസ്രുമോൾക്ക് ഇനിയിപ്പോൾ പള്ളിയിൽ പരീക്ഷ എന്നാണ്, ശനിയാഴ്ച. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. സലാം പറഞ്ഞിടോക്കളെ. അസ്സലാമു അലൈക്കും. മിച്ചുമോനെ എല്ലാവരും ചോദിച്ചില്ലേ, മുത്തുമോൻ അപ്പുറത്താണ് കേട്ടോ ഉറങ്ങുന്നത്. മിച്ചുമോന് ദാ ഈ കിടക്കയാണ്. നമ്മൾ മുടിയൊക്കെ വെട്ടിച്ച് മിച്ചുമോൻ വീണ് മക്കളെ. വേണ്ട മുത്തുമോനും മിച്ചുമോനും കൂടെ ഓടിക്കളിച്ചപ്പോഴേ മിച്ചുമോൻ വീണ് അങ്ങനെ കരയാണ്. അവന് കാലൊക്കെ നൊന്ത് മുടി വാപ്പ കൊണ്ടുപോയി വെട്ടിച്ചതാണ് 2 പേര്. മുത്തുവിനെ നാളത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഉച്ചക്കത്തെ വീഡിയോയിൽ ഇടാം. അങ്ങനെ മിച്ചുമോൻ കരയാണ്. ഇത് രാത്രി എഡിറ്റ് ചെയ്യണം. അപ്പോൾ മിച്ചുമോന് പോയി ചുന്നരി ഇഞ്ഞുവരി തുറക്കല്. പൈപ്പ് തുറന്ന വെള്ളം നനഞ്ഞാൽ നീറും കൈ. ഇഞ്ഞുവരി ഉമ്മച്ചീൻ്റെ മക്കളും ഞോരി പൊന്നിഞ്ഞുവരി ചുന്നരിഞ്ഞുവരി. ഞാൻ ഫ്രിഡ്ജ് ഉമ്മി ഓഫ് ചെയ്തിട്ടേക്കണു എന്നാ. എന്തിന് എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്താണ്. ഇല്ല കുറച്ച് ദിവസം എല്ലാരും കണ്ടിട്ട് എൻ്റെ മോനെ ചുണ്ണരി മോനാണ് ഉള്ളരെ. ചൂട്ടായി മച്ചീരെ നൊന്നു മോനാണ്. ലോങ്ങി ലോങ്ങി
അത് നാളെ അല്ലേ, കൊള്ളയൊന്നും ഇല്ലടേ. അല്ലാതെ ഉണ്ണി ഉമ്മച്ചിയുടെ പൊന്നുണ്ണി. ഇനി നമുക്ക് അടുത്ത തന്നെ സ്കൂളിലൊക്കെ പോയി പഠിച്ചണം. പിന്നെന്തൊരു ജോലിക്ക് പോവോ? ഇവിടെ നിന്ന് കളിക്കോ? അതുകൊണ്ട് സ്കൂളിൽ പോകില്ല കേട്ടോ. അമ്മച്ചി തള്ളിയിട്ടെന്ന് കുരുത്തക്കേട് കൂടുന്നുണ്ട്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും സലാം പറഞ്ഞോട്. അപ്പോഴേ അസ്സലാമു അലൈക്കും. കറണ്ടും പോയി.